ലാലറ്റൻസ് അക്കാദമിയുടെ പുതിയ GK ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഈഴവ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് ജനസംഖ്യ അനുപാതമായി ഉദ്യോഗങ്ങളിൽ സ്ഥാനം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആരംഭിച്ച പ്രക്ഷോഭം ഏതാണ്? ഈഴവ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് അവരുടെ ജനസംഖ്യയ്ക്ക് അനുപാതമായിട്ട് ഉദ്യോഗങ്ങളിൽ സ്ഥാനം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആരംഭിച്ച പ്രക്ഷോഭം ഏതാണ്? അത് നിവർത്തന പ്രക്ഷോഭമാണ്. നിവർത്തന പ്രക്ഷോഭമാണ്. നിവർത്തന പ്രക്ഷോഭം. ഇനി നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാണ്? നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചത് 1932 1932 ഡിസംബർ 17 നിവർത്തന പ്രക്ഷോഭം ആരംഭിക്കുന്നത്. 1932 ഡിസംബർ 17 നിവർത്തന പ്രക്ഷോഭം ആരംഭിക്കുന്നത്. ഇനി നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്ന സംഘടന ഏതാണ്? നിവർത്തന പ്രക്ഷോഭത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടനയാണ് സംയുക്ത രാഷ്ട്രീയ സമിതി. സംയുക്ത രാഷ്ട്രീയ സമിതിയാണ് നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രസ്ഥാനം. ഇനി ഈ സംയുക്ത രാഷ്ട്രീയ സമിതിയുടെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയാണ്? സംയുക്ത രാഷ്ട്രീയ സമിതിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് സി കേശവൻ, അതുപോലെ NV ജോസഫ്, PK കുഞ്ഞ്, അതുപോലെ TM വർഗീസ്. സംയുക്ത രാഷ്ട്രീയ സമിതിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് സി കേശവൻ, NV ജോസഫ്, PK കുഞ്ഞ്, അതുപോലെ TM വർഗീസ്. ഇനി നിവർത്തന പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയ വ്യക്തി ആരാണ്? നിവർത്തന പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയ വ്യക്തിയാണ് സി കേശവൻ. സി കേശവനാണ് കോഴഞ്ചേരി പ്രസംഗം നടത്തിയ വ്യക്തി. വർഷം ഏതാണ്? 1935 സി കേശവൻ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത്. ഇനി സി കേശവൻ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? സിംഹള സിംഹം എന്ന പേരിലാണ് സി കേശവൻ അറിയപ്പെടുന്നത്. സിംഹള സിംഹം എന്ന പേരിലാണ് സി കേശവൻ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് IC ചാക്കോ. IC ചാക്കോയാണ് നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നിർദ്ദേശിച്ചത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡൊക്കെ നേടിയിട്ടുള്ള ഒരു ബഹുഭാഷാ പണ്ഡിതനാണ് IC ചാക്കോ. അദ്ദേഹമാണ് നിവർത്തന പ്രക്ഷോഭം എന്ന പേര് അതിന് നിർദ്ദേശിച്ചത്. ഇനി നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചത്? നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ട് തിരുവിതാംകൂറിൽ PSC രൂപീകരിക്കപ്പെട്ടു. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ട് തിരുവിതാംകൂറിൽ PSC രൂപീകരിക്കപ്പെട്ടു. ഇനി ആ തിരുവിതാംകൂർ PSC രൂപീകരിക്കപ്പെട്ട വർഷം ഏതാണ്? 1936 തിരുവിതാംകൂറിൽ PSC രൂപീകരിക്കപ്പെട്ടത്. ഇനി 1936 രൂപീകരിക്കപ്പെട്ട തിരുവിതാംകൂർ PSCയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? അല്ലെങ്കിൽ ആദ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷണർ ആരാണ്? ആ വ്യക്തിയാണ് GD നോക്സ്. തിരുവിതാംകൂർ PSCയുടെ ആദ്യത്തെ ചെയർമാനാണ് GD നോക്സ്. ഇനി 1956 എന്താണ് സംഭവിച്ചത്? കേരള സംസ്ഥാനം രൂപം കൊണ്ടു. അപ്പോൾ 1936 രൂപം കൊണ്ട തിരുവിതാംകൂർ PSC എന്തായി മാറി? കേരള PSC ആയിട്ട് മാറി. തിരുവിതാംകൂർ PSC മാറി കേരള PSC ആയി. കേരള PSC രൂപീകൃതമായ വർഷം 1956. ഇനി 1956 രൂപീകൃതമായ കേരള PSCയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? അത് VK വേലായുധനാണ്. കേരള PSCയുടെ ആദ്യത്തെ ചെയർമാൻ VK വേലായുധനാണ്. നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കാം. ഈഴവ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് അവരുടെ ജനസംഖ്യയ്ക്ക് അനുപാതമായിട്ട് ഉദ്യോഗങ്ങളിൽ സ്ഥാനം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആരംഭിച്ച പ്രക്ഷോഭം ഏതാണ്? അത് നിവർത്തന പ്രക്ഷോഭമാണ്. അത് ആരംഭിച്ച വർഷം 1932 ഡിസംബർ 17. ഇനി ഈ നിവർത്തന പ്രക്ഷോഭത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏതാണ്? അത് സംയുക്ത രാഷ്ട്രീയ സമിതിയാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയാണ്? അത് സി കേശവൻ, NV ജോസഫ്, PK കുഞ്ഞ്, അതുപോലെ TM വർഗീസ് എന്നിവരാണ്. ഈ സി കേശവൻ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? സിംഹള സിംഹം എന്നാണ് അറിയപ്പെടുന്നത്. സി കേശവൻ കോഴഞ്ചേരി പ്രസംഗം നടത്തിയ വർഷം ഏതാണ്? അത് 1935. അതുപോലെ നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? അത്
IC ചാക്കോയാണ്. അതുപോലെ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ട് എന്ത് രൂപം കൊണ്ടു? 1936 തിരുവിതാംകൂറിൽ PSC രൂപം കൊണ്ടു. അതിന്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് GD നോക്സ് ആണ്. 1956 ഈ തിരുവിതാംകൂർ PSC മാറി എന്തായി? കേരള PSC ആയി. അതിന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? VK വേലായുധനുമാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെത്തിയ ആദ്യ ഇംഗ്ലീഷ് സഞ്ചാരി ആരാണ്? ഇന്ത്യയിലെത്തിയ ആദ്യ ഇംഗ്ലീഷ് സഞ്ചാരി ആരാണ്? അത് റാൽഫ് ഫിച്ച് ആണ്. ഇന്ത്യയിലെത്തിയ ആദ്യ ഇംഗ്ലീഷ് സഞ്ചാരി റാൽഫ് ഫിച്ച് ആണ്. അതുകൊണ്ട് തന്നെ മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയും റാൽഫ് ഫിച്ച് തന്നെയാണ്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയും റാൽഫ് ഫിച്ച് തന്നെയാണ്. ഇനി ഈ റാൽഫ് ഫിച്ച് ഇന്ത്യയിലെ ഏത് ചക്രവർത്തിയുടെ സദസ്സിലേക്കാണ് എത്തുന്നത്? റാൽഫ് ഫിച്ച് എത്തുന്നത് അക്ബർ ചക്രവർത്തിയുടെ സദസ്സിലേക്കാണ്. അക്ബർ ചക്രവർത്തിയുടെ സദസ്സിലേക്കാണ് ഇംഗ്ലീഷുകാരനായ റാൽഫ് ഫിച്ച് എത്തുന്നത്. അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അത് റിച്ചാർഡ് വെല്ലസ്ലി പ്രഭുവാണ്. റിച്ചാർഡ് വെല്ലസ്ലി ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്ന് അറിയപ്പെടുന്ന വ്യക്തി. ഇനി ആരാണ് ഈ റിച്ചാർഡ് വെല്ലസ്ലി? നമുക്കറിയാം, ബ്രിട്ടീഷ് ഇന്ത്യയിലെ 5ാമത്തെ ഗവർണർ ജനറൽ ആയിരുന്നു റിച്ചാർഡ് വെല്ലസ്ലി പ്രഭു. അതുപോലെ വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയ, അതുപോലെ തന്നെ പഴശ്ശി യുദ്ധങ്ങളൊക്കെ അടിച്ചമർത്തിയ ആർതർ വെല്ലസ്ലിയുടെ സഹോദരൻ കൂടെയാണ് റിച്ചാർഡ് വെല്ലസ്ലി പ്രഭു. അപ്പൊ നമുക്ക് റിച്ചാർഡ് വെല്ലസ്ലിനെ പറ്റിയിട്ട് നമുക്ക് 1-2 കാര്യങ്ങൾ നോക്കാം. ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ ആരാണ്? ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ ആണ് ആര്? റിച്ചാർഡ് വെല്ലസ്ലി. ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ ആണ് റിച്ചാർഡ് വെല്ലസ്ലി. എന്നാൽ അടുത്ത പോയിന്റ്, സൈനിക സഹായ വ്യവസ്ഥ. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? അതും റിച്ചാർഡ് വെല്ലസ്ലി പ്രഭു തന്നെയാണ്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറലും റിച്ചാർഡ് വെല്ലസ്ലി പ്രഭുവാണ്. ഇനി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യം ഏതാണ്? അത് ഹൈദരാബാദ് ആണ്. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഹൈദരാബാദ് ആണ്. വർഷം 1798. 1798 ഹൈദരാബാദ് ആണ് ആദ്യമായിട്ട് സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജ്യം. എന്താണ് ഈ സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ? ആദ്യം ബ്രിട്ടീഷുകാരും നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാരും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ്. ഈ നാട്ടുരാജ്യങ്ങളെ വിദേശ ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നുമൊക്കെ ഈ ബ്രിട്ടീഷുകാർ രക്ഷിച്ചു കൊള്ളാമെന്നുള്ള ഒരു ഉടമ്പടിയുടെ പുറത്ത് ഈ നാട്ടിലെ സായുധ സേനയെ അവിടുന്ന് പിൻവലിക്കുകയും പകരം ബ്രിട്ടീഷുകാരുടെ സേനയെ അങ്ങോട്ട് അയക്കുകയും അവിടെ നിയോഗിക്കുകയും ചെയ്യുന്ന ആ ഒരു പദ്ധതിയുടെ പേരാണ് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭരണം ഇന്ത്യയിലുടനീളം വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ ഒത്തിരി സഹായിച്ചിട്ടുള്ള ഒരു വ്യവസ്ഥ കൂടിയാണ് ഈ സൈനിക സഹായ വ്യവസ്ഥ അല്ലെങ്കിൽ സബ്സിഡറി അലയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കൊണ്ടുവന്ന വ്യക്തി ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലി പ്രഭുവാണ്. അപ്പൊ നമ്മൾ കണ്ടു ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്ന് പറയുന്നത് ആരാണ്? അത് റിച്ചാർഡ് വെല്ലസ്ലി പ്രഭുവാണ്. അപ്പൊ നമുക്ക് അതിനോട് ചേർത്ത് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അത് റോബർട്ട് ക്ലൈവ് ആണ്. റോബർട്ട് ക്ലൈവ് ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന് അറിയപ്പെടുന്ന വ്യക്തി. ആരാണ് ഈ റോബർട്ട് ക്ലൈവ്? നമുക്കറിയാം, 1757 പ്ലാസി യുദ്ധത്തില് സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തി ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ട ആ യുദ്ധമായിരുന്നു പ്ലാസി യുദ്ധം. അത് നയിച്ച വ്യക്തി ആരാണ്? അത് റോബർട്ട് ക്ലൈവ് ആണ്. ഇനി നമുക്ക് ഈ റോബർട്ട് ക്ലൈവിനെ പറ്റി 1-2 കാര്യങ്ങൾ നോക്കാം. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ, ബംഗാളിലെ ആദ്യത്തെ ഗവർണറാണ് ഈ റോബർട്ട് ക്ലൈവ് എന്ന് പറയുന്നത്. ബംഗാളിലെ ആദ്യത്തെ ഗവർണറാണ് റോബർട്ട് ക്ലൈവ്. അടുത്തൊരു ചോദ്യം, എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഭാരതത്തെ പിടിച്ചടക്കാം. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഭാരതത്തെ പിടിച്ചടക്കാം. ആരുടെ വാക്കുകളാണ്? അതും റോബർട്ട് ക്ലൈവിന്റെ വാക്കുകളാണ്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഭാരതത്തെ പിടിച്ചടക്കാം എന്ന് പറഞ്ഞ വ്യക്തിയും റോബർട്ട് ക്ലൈവ് തന്നെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റോബർട്ട് ക്ലൈവിനെ സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? റോബർട്ട് ക്ലൈവിനെ സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ്
ബ്രിട്ടന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന വില്യം പിറ്റ് ആണ്. ബ്രിട്ടന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന വില്യം പിറ്റ് ആണ് റോബർട്ട് ക്ലൈവിനെ സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്ന് വിശേഷിപ്പിച്ചത്. ഇനി റോബർട്ട് ക്ലൈവിനെ പറ്റിയുള്ള അടുത്തൊരു പോയിന്റ്, ആത്മഹത്യ ചെയ്ത ഗവർണർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് അപവാദ പ്രചരണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ഗവർണറാണ് ആര്? റോബർട്ട് ക്ലൈവ് എന്ന് പറയുന്നത്. അപ്പൊ റോബർട്ട് ക്ലൈവ് ആരായിരുന്നു? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് റോബർട്ട് ക്ലൈവ്. ഇനി ബംഗാളില് ദ്വിഭരണം നടപ്പിലാക്കിയ ഗവർണർ ആരെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? അതും റോബർട്ട് ക്ലൈവ് ആണ്. ബംഗാളില് ദ്വിഭരണം അല്ലെങ്കിൽ ഡ്യുവൽ ഗവൺമെന്റ് പോളിസി നടപ്പിലാക്കിയ ഗവർണർ ആരാണ്? അതും റോബർട്ട് ക്ലൈവ് തന്നെയാണ്. എന്താണ് ഈ ദ്വിഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ബംഗാളിലെ ഭരണത്തിനെ രണ്ടായിട്ട് വിഭജിച്ചിട്ട് അതിന്റെ ഒരു നോമിനൽ ഹെഡ് അല്ലെങ്കിൽ ഒരു പേരിന് മാത്രമുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡായിട്ട് ബംഗാളിലെ നവാബിനെയും, എന്നാൽ ശരിക്കും ബംഗാളിലെ ഭരണകാര്യങ്ങളെല്ലാം ബ്രിട്ടീഷുകാരുടെ കൈകളിൽ കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആ ഒരു സംവിധാനമായിരുന്നു ഈ ദ്വിഭരണം അല്ലെങ്കിൽ ഡ്യുവൽ ഗവൺമെന്റ് എന്ന് പറയുന്നത്. അത് കൊണ്ടുവന്ന വ്യക്തി ആരാണ്? അത് റോബർട്ട് ക്ലൈവ് ആണ്. എന്നാൽ ഈ ദ്വിഭരണം നിർത്തലാക്കിയ വ്യക്തി ആരാണ്? അത് വാറൻ ഹേസ്റ്റിങ്സുമാണ്. വാറൻ ഹേസ്റ്റിങ്സ് ആണ് ബംഗാളിലെ ദ്വിഭരണം നിർത്തലാക്കിയത്. അപ്പൊ ദ്വിഭരണം കൊണ്ടുവന്നത് റോബർട്ട് ക്ലൈവും അത് നിർത്തലാക്കിയത് വാറൻ ഹേസ്റ്റിങ്സുമാണ്. ആരാണ് ഈ വാറൻ ഹേസ്റ്റിങ്സ്? നമുക്കറിയാം, ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആണ് വാറൻ ഹേസ്റ്റിങ്സ് എന്ന് പറയുന്നത്. മാറിപ്പോരുത്, ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. എന്നാൽ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളിലെ ഗവർണർ ജനറൽ ആയിട്ട് നിയമിതനാവുന്നത്. അപ്പൊ നമുക്കിനി വാറൻ ഹേസ്റ്റിങ്സിനെ പറ്റി നമുക്ക് 1-2 പോയിന്റുകൾ നോക്കാം. അതായത് കൊൽക്കത്തയില് ആദ്യത്തെ മദ്രസ സ്ഥാപിച്ച വ്യക്തി ആരാണ്? അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. കൊൽക്കത്തയില് ആദ്യത്തെ മദ്രസ സ്ഥാപിച്ച വ്യക്തി അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അതുപോലെ കൊൽക്കത്തയില് സുപ്രീം കോടതി സ്ഥാപിച്ച വ്യക്തി, കൊൽക്കത്തയിൽ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അതുപോലെ തന്നെ ഇംപീച്ച്മെന്റ് നേരിട്ട ആദ്യ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ എന്ന് ചോദിച്ചാലും അതും വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇംപീച്ച്മെന്റ് നേരിട്ട ആദ്യ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ എന്ന് ചോദിച്ചാലും അതിന്റെ ഉത്തരവും വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അതുപോലെ തന്നെ റിംഗ് ഫെൻസ് സംവിധാനം കൊണ്ടുവന്ന ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? അതും വാറൻ ഹേസ്റ്റിങ്സ് തന്നെയാണ്. റിംഗ് ഫെൻസ് സംവിധാനം കൊണ്ടുവന്ന വ്യക്തിയും വാറൻ ഹേസ്റ്റിങ്സ് തന്നെയാണ്. എന്താണ് ഈ റിംഗ് ഫെൻസ് സംവിധാനം എന്ന് പറയുന്നത്? അതായത് ബ്രിട്ടീഷുകാരുടെ അധീനതയിലുള്ള ഇന്ത്യൻ പ്രദേശങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്ത് നിർത്താനുള്ള അവരുടെ ഒരു മെക്കാനിസമാണ് ഈ റിംഗ് ഫെൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ റിംഗ് ഫെൻസ് മെക്കാനിസത്തിന്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആണ് പിന്നീട് വന്ന റിച്ചാർഡ് വെല്ലസ്ലി പ്രഭു സൈനിക സഹായ വ്യവസ്ഥ അല്ലെങ്കിൽ സബ്സിഡറി അലയൻസ് എന്ന് പറയുന്ന പേരിൽ പിന്നീട് കൊണ്ടുവന്നത്. അപ്പൊ നമ്മൾ കണ്ടു, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്ന് പറയുന്ന വ്യക്തിയാണ് റിച്ചാർഡ് വെല്ലസ്ലി. അതുപോലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് റോബർട്ട് ക്ലൈവ്. അപ്പൊ നമുക്ക് അതിനോട് ചേർത്ത് വേറൊരു പേരൂടെ പഠിക്കാം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ്, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അത് കേഴ്സൺ പ്രഭു ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്നറിയപ്പെടുന്ന വ്യക്തി അത് കേഴ്സൺ പ്രഭു ആണ്. ആരാണ് ഈ കേഴ്സൺ പ്രഭു? നമുക്കറിയാം, 1905 ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വ്യക്തിയാണ് കേഴ്സൺ പ്രഭു. 1905 ബംഗാൾ വിഭജനം നടത്തിയ വ്യക്തിയാണ് കേഴ്സൺ പ്രഭു. എന്താണ് ഈ ബംഗാൾ വിഭജനം എന്ന് പറയുന്നത്? ബംഗാളിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഐക്യം ബ്രിട്ടീഷുകാരുടെ തുടർ പഠനത്തിന് ബുദ്ധിമുട്ടാകുമെന്ന് മനസ്സിലാക്കി അവരെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ഒരു നയത്തിന്റെ ഫലമായിട്ടുണ്ടായതാണ് 1905 ബംഗാൾ വിഭജനം. അത് നടപ്പിലാക്കിയ വ്യക്തി ആരാണ്? കേഴ്സൺ പ്രഭു ആണ്. എന്നാൽ പിന്നീട് 1911 ഹാർഡിഞ്ച് പ്രഭു ആണ് അത് നിർത്തലാക്കിയത്. 1905 ബംഗാൾ വിഭജനം നടത്തിയത് കേഴ്സൺ പ്രഭുവും 1911 ബംഗാൾ വിഭജനം നിർത്തലാക്കിയത് ഹാർഡിഞ്ച് പ്രഭുവും ആണ്. നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കാം. ഇന്ത്യയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ ആരാണ്? അത് റാൽഫ് ഫിച്ച് ആണ്. അതുകൊണ്ട് തന്നെ മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നതും റാൽഫ് ഫിച്ച് തന്നെയാണ്. റാൽഫ് ഫിച്ച് ആരുടെ സദസ്സിലേക്കാണ് എത്തിയത്? അക്ബർ ചക്രവർത്തിയുടെ സദസ്സിലേക്കാണ് റാൽഫ് ഫിച്ച് എത്തുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ അക്ബർ എന്നറിയപ്പെടുന്നത് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. റിച്ചാർഡ് വെല്ലസ്ലിനെ പറ്റി നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ബംഗാൾ കടുവ എന്നറിയപ്പെടുന്നത്, ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ ആണ് റിച്ചാർഡ് വെല്ലസ്ലി.
അതുപോലെ തന്നെ സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും റിച്ചാർഡ് വെല്ലസ്ലി ആണ്. ആദ്യമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യം ഏതാണ്? അത് ഹൈദരാബാദ് ആണ്. വർഷം 1798. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അത് റോബർട്ട് ക്ലൈവ് ആണ്. ആരാണ് ഈ റോബർട്ട് ക്ലൈവ്? ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ആണ്. അതുപോലെ എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഭാരതത്തെ പിടിച്ചടക്കാം എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? അതും റോബർട്ട് ക്ലൈവ് ആണ്. റോബർട്ട് ക്ലൈവിനെ സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? അത് വില്യം പിറ്റ് ആണ്. ഇനി ബംഗാളിലെ ദ്വിഭരണം കൊണ്ടുവന്ന വ്യക്തി ആരാണ്? അതും റോബർട്ട് ക്ലൈവ് ആണ്. എന്നാൽ ബംഗാളിലെ ദ്വിഭരണം നിർത്തലാക്കിയ വ്യക്തി വാറൻ ഹേസ്റ്റിങ്സ് ആണ്. നമ്മൾ വാറൻ ഹേസ്റ്റിങ്സിനെ പറ്റി എന്തൊക്കെയാ പറഞ്ഞത്? കൊൽക്കത്തയിൽ മദ്രസ സ്ഥാപിച്ച വ്യക്തിയാണ്. അതുപോലെ തന്നെ കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച വ്യക്തിയാണ്. ഇംപീച്ച്മെന്റ് നേരിട്ട ആദ്യ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ എന്ന് ചോദിച്ചാൽ അതും വാറൻ ഹേസ്റ്റിങ്സ് തന്നെയാണ്. അതുപോലെ റിംഗ് ഫെൻസ് സംവിധാനം കൊണ്ടുവന്ന വ്യക്തിയും വാറൻ ഹേസ്റ്റിങ്സ് തന്നെയാണ്. അടുത്തത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെടുന്ന വ്യക്തി കേഴ്സൺ പ്രഭുവാണ്. 1905 ബംഗാൾ വിഭജനം നടത്തിയത് കേഴ്സൺ പ്രഭുവാണ്. 1911 ഹാർഡിഞ്ച് പ്രഭുവാണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: കേന്ദ്ര സംഗീത നാടക അക്കാദമി ക്ലാസിക്കൽ പദവി നൽകിയിട്ടുള്ള ഏറ്റവും അധികം നൃത്തരൂപങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? കേന്ദ്ര സംഗീത നാടക അക്കാദമി ക്ലാസിക്കൽ പദവി നൽകിയിട്ടുള്ള ഏറ്റവും അധികം നൃത്തരൂപങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഭാരതത്തിൽ ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടുള്ള എത്ര നൃത്തരൂപങ്ങളുണ്ട്? 8 എണ്ണം ഉണ്ട്. 8 എണ്ണം ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഏത് സംസ്ഥാനത്താണ്? അത് കേരളത്തിലാണ്. ഉത്തരം കേരളമാണ്. ഈ 8 ക്ലാസിക്കൽ കലാരൂപങ്ങളിൽ 2 എണ്ണം കേരളത്തിലാണ്. 2 കലാരൂപങ്ങളുള്ളത് കേരളത്തിലാണ്. അത് ഏതൊക്കെയാണ്? മോഹിനിയാട്ടം, അതുപോലെ കഥകളി. ഭാരതത്തില് 8 ക്ലാസിക്കൽ നൃത്തരൂപങ്ങളുണ്ട്. അതിൽ 2 എണ്ണം കേരളത്തിലെയാണ്. ഇനി ഏതാണ് ഈ 8 ക്ലാസിക്കൽ നൃത്തരൂപങ്ങള്? ഭരതനാട്യം. ഭരതനാട്യം ഏത് സംസ്ഥാനത്തിന്റെ നൃത്തരൂപമാണ്? അത് തമിഴ്നാടിന്റെയാണ്. ഭരതനാട്യം തമിഴ്നാടിന്റെയാണ്. അടുത്തത് മോഹിനിയാട്ടം ഏത് സംസ്ഥാനത്തിന്റെയാണ്? കേരളത്തിന്റെയാണ്. അടുത്തത് കഥകളി. കഥകളിയും കേരളത്തിന്റെയാണ്. അടുത്തത് കഥക്. കഥക് ഏത് സംസ്ഥാനത്തിന്റെയാണ്? ഉത്തർപ്രദേശിന്റെയാണ്. അതുപോലെ കുച്ചിപ്പുടി. കുച്ചിപ്പുടി ഏത് സംസ്ഥാനത്തിന്റെയാണ്? അത് ആന്ധ്രാപ്രദേശ് അതുപോലെ തെലങ്കാനയുടെ നൃത്തരൂപമാണ്. അടുത്തത് ഒഡീസി ഏത് സംസ്ഥാനത്തിന്റെ നൃത്തരൂപമാണ്? അത് ഒഡീഷയുടെ നൃത്തരൂപമാണ്. അതുപോലെ മണിപ്പൂരി മണിപ്പൂരിൻ്റെതാണ്. അതുപോലെ സാത്രിയ. സാത്രിയ ആസാമിന്റെ നൃത്തരൂപവുമാണ്. അപ്പോൾ ഭാരതത്തിലെ ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടുള്ള നൃത്തരൂപങ്ങളാണ് ഈ 8 എണ്ണം. ഏതൊക്കെയാണ്? ഭരതനാട്യം, മോഹിനിയാട്ടം, കഥകളി, കഥക്, കുച്ചിപ്പുടി, ഒഡീസി, മണിപ്പൂരി, സാത്രിയ. അതിൽ 2 എണ്ണം കേരളത്തിലെയാണ്. ഏതൊക്കെയാണ്? മോഹിനിയാട്ടവും കഥകളിയും. അപ്പൊ ഇനി ഒരു ചോദ്യം: ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? അത് കഥകളിയാണ്. കഥകളിയാണ് ടോട്ടൽ തിയേറ്റർ എന്ന് പാശ്ചാത്യർ വിശേഷിപ്പിച്ച കലാരൂപം. ഇനി ഈ കഥകളിയുടെ സാഹിത്യരൂപം അത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കഥകളിയുടെ സാഹിത്യരൂപം അറിയപ്പെടുന്നത് ആട്ടക്കഥ എന്ന പേരിലാണ്. കഥകളിയുടെ സാഹിത്യരൂപം അറിയപ്പെടുന്നത് ആട്ടക്കഥ എന്ന പേരിലാണ്. മലയാള സാഹിത്യത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ശാഖയാണ് ഈ ആട്ടക്കഥ സാഹിത്യം. അപ്പൊ അടുത്തൊരു ചോദ്യം: ആട്ടക്കഥ സാഹിത്യത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ആട്ടക്കഥ സാഹിത്യത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? അതിന്റെ ഉത്തരം കൊട്ടാരക്കര തമ്പുരാനാണ്. കൊട്ടാരക്കര തമ്പുരാനാണ്. കൊട്ടാരക്കര തമ്പുരാനാണ് ആട്ടക്കഥ സാഹിത്യത്തിന്റെ ഉപജ്ഞാതാവ്. ആരാണ് ഈ കൊട്ടാരക്കര തമ്പുരാൻ എന്ന് പറയുന്നത്? നമുക്കറിയാം. കഥകളിയുടെ ഒരു ഇനീഷ്യൽ ഫോർമാറ്റായ രാമനാട്ടം. രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കൊട്ടാരക്കര തമ്പുരാനാണ്. രാമനാട്ടത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറാക്കിയ ആദ്യ ആട്ടക്കഥ രാമായണം ആട്ടക്കഥയാണ്. ആദ്യത്തെ ആട്ടക്കഥ അത് രചിച്ച കൊട്ടാരക്കര തമ്പുരാനാണ്.
ആട്ടക്കഥ സാഹിത്യത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയപ്പെടുന്നത്? നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കഥകളി കലാകാരന്മാര് കാലിൽ അണിയുന്ന ആഭരണത്തിന്റെ പേരെന്ത്? കഥകളി കലാകാരന്മാര് കാലിൽ അണിയുന്ന ആഭരണത്തിന്റെ പേരാണ് കച്ചാമണി. കച്ചാമണി എന്നാണ് കഥകളി കലാകാരന്മാര് കാലിൽ അണിയുന്ന ആഭരണത്തിന്റെ പേര്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കഥകളിയിലെ ആദ്യ ചടങ്ങ് ഏതാണ്? കഥകളിയിലെ ആദ്യത്തെ ചടങ്ങാണ് കേളികൊട്ട്. കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിന് പറയുന്ന പേരാണ് കേളികൊട്ട്. അതായത് ഇന്ന് ഇവിടെ കഥകളി നടക്കുന്നുണ്ടെന്നുള്ള വിവരണം ഈ വാദ്യോപകരണങ്ങളൊക്കെ കൊട്ടിക്കൊണ്ട് നാട്ടുകാരെയൊക്കെ അറിയിക്കുന്ന ആ ഒരു ചടങ്ങിന് പറയുന്ന പേരാണ് എന്ത്? കേളികൊട്ട്. അതാണ് കഥകളിയിലെ ആദ്യത്തെ ചടങ്ങ് എന്ന് പറയുന്നത്. ഈ കഥകളിയിലെ അവസാനത്തെ ചടങ്ങ് ഏതാണ്? കഥകളിയിലെ അവസാനത്തെ ചടങ്ങാണ് ധനാശി. കഥകളിയിലെ അവസാനത്തെ ചടങ്ങാണ് ഏത്? ധനാശി. അപ്പൊ കഥകളിയിലെ ആദ്യത്തെ ചടങ്ങ് ഏതാണ്? അത് കേളികൊട്ടും കഥകളിയിലെ അവസാനത്തെ ചടങ്ങ് ധനാശിയുമാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിന്റെ തനത് നൃത്തരൂപം ഏതാണ്? കേരളത്തിന്റെ തനത് നൃത്തരൂപം ഏതാണ്? അതിന്റെ ഉത്തരവ് എന്താ? അത് മോഹിനിയാട്ടമാണ്. കേരളത്തിന്റെ തനത് നൃത്തരൂപം മോഹിനിയാട്ടം ആണ്. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ, ദാസിയാട്ടം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നൃത്തരൂപം ഏതാണ്? ദാസിയാട്ടം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നൃത്തരൂപം അതേതാണ്? അതും മോഹിനിയാട്ടം തന്നെയാണ്. ദാസ്യാട്ടം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതും മോഹിനിയാട്ടം തന്നെയാണ്. ഇനി അതുപോലെ തന്നെ ലാസ്യഭാവത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതും അതുപോലെ തന്നെ ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉടലെടുത്തതുമായ നൃത്തരൂപം ഏതെന്ന് ചോദിച്ചാലും ഉത്തരം ഏത് തന്നെയാണ്? മോഹിനിയാട്ടം തന്നെയാണ്. ലാസ്യഭാവത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതും അതുപോലെ ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉടലെടുത്തതും ഏത് തന്നെയാണ്? മോഹിനിയാട്ടം തന്നെയാണ്. ഇനി മോഹിനിയാട്ടത്തിന്റെ പുനരുജ്ജീവനത്തിനായിട്ട് പ്രവർത്തിച്ച ഒരു തിരുവിതാംകൂർ രാജാവ് ഉണ്ടായിരുന്നു. അതാരാണ്? അത് സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാളാണ് മോഹിനിയാട്ടത്തിന്റെ പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച തിരുവിതാംകൂറിലെ മഹാരാജാവ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, മോഹിനിയാട്ടത്തിന്റെ അമ്മ എന്ന പേരിലുള്ള ഡോക്യുമെന്ററി ഏത് കലാകാരിയെ പറ്റിയുള്ളതാണ്? മോഹിനിയാട്ടത്തിന്റെ അമ്മ എന്ന പേരിലുള്ള ഒരു ഡോക്യുമെന്ററി ചലച്ചിത്രം അത് ഏത് കലാകാരിയെ പറ്റിയുള്ളതാണ്? അതിന്റെ ഉത്തരം കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ. മോഹിനിയാട്ടത്തിന്റെ അമ്മ എന്ന പേരിലുള്ള ചലച്ചിത്ര ഡോക്യുമെന്ററി അത് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയെ കുറിച്ചുള്ളതാണ്. നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. കേന്ദ്ര സംഗീത നാടക അക്കാദമി ക്ലാസിക്കൽ പദവി നൽകിയിട്ടുള്ള ഏറ്റവും അധികം നൃത്തരൂപങ്ങളുടെ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. മൊത്തത്തില് 8 കലാരൂപങ്ങളാണ് ക്ലാസിക്കൽ പദവിയിൽ ഉള്ളത്. ഏതൊക്കെയാണ്? ഭരതനാട്യം, മോഹിനിയാട്ടം, കഥകളി, കഥക്, കുച്ചിപ്പുടി, ഒഡീസി, മണിപ്പൂരി, സാത്രിയ. ഈ 8 കലാരൂപങ്ങളിൽ 2 എണ്ണം കേരളത്തിലെയാണ്. ഏതൊക്കെയാണ്? കഥകളിയും മോഹിനിയാട്ടവും. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? അത് കഥകളിയാണ്. കഥകളിയുടെ സാഹിത്യ രൂപം ഏതാണ്? അത് ആട്ടക്കഥയാണ്. ആട്ടക്കഥ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്, ആട്ടക്കഥ സാഹിത്യത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? അത് കൊട്ടാരക്കര തമ്പുരാനാണ്. ഇനി മോഹിനിയാട്ടത്തിനെ പറ്റി നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ദാസിയാട്ടം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഏതാണ്? മോഹിനിയാട്ടമാണ്. അതുപോലെ ലാസ്യഭാവത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതും അതുപോലെ തന്നെ ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉടലെടുത്തതും ഏത് രൂപം തന്നെയാണ്? അതും മോഹിനിയാട്ടമാണ്. മോഹിനിയാട്ടത്തിന്റെ പുനരുജ്ജീവനത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹാരാജാവ് ആരാണ്? അത് സ്വാതി തിരുനാളാണ്. അതുപോലെ മോഹിനിയാട്ടത്തിന്റെ അമ്മ എന്ന ഡോക്യുമെന്ററി ഏത് കലാകാരിയെ കുറിച്ചുള്ളതാണ്? അത് കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മയെ കുറിച്ചുള്ളതാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അന്തഃസ്രാവി ഗ്രന്ഥിയായും ബഹിർസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥി ഏത്? അന്തഃസ്രാവി ഗ്രന്ഥിയായും അതുപോലെ തന്നെ ബഹിർസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥി ഏത്? അതിന്റെ ഉത്തരം ഏതാണ്? പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥിയാണ്. പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥിയാണ് അന്തഃസ്രാവി ഗ്രന്ഥിയായും അതുപോലെ തന്നെ ബഹിർസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥി. ഇനി അന്തഃസ്രാവി ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തഃസ്രാവി ഗ്രന്ഥി അല്ലെങ്കിൽ എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡക്റ്റുകൾ ഇല്ലാത്ത അല്ലെങ്കിൽ കുഴലുകളൊന്നും ഇല്ലാത്ത ഗ്രന്ഥികളെയാണ് അന്തഃസ്രാവി ഗ്രന്ഥി അല്ലെങ്കിൽ എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബഹിർസ്രാവി ഗ്രന്ഥി അല്ലെങ്കിൽ എക്സോക്രൈൻ ഗ്ലാൻസ് എന്ന് പറഞ്ഞാലോ
ഡക്റ്റുകളോട് കൂടിയ, അതായത് ഇവരുടെ സെക്രീഷൻസ് ഡക്റ്റുകൾ വഴി അല്ലെങ്കിൽ കുഴലുകൾ വഴിയാണ് ശരീരത്തിന്റെ ഏത് ഭാഗത്തിലേക്കാണോ എത്തേണ്ടത് അവിടേക്ക് കുഴലുകൾ വഴി എത്തുന്ന ആ ഗ്ലാൻഡുകളെയാണ് ബഹിർസ്രാവി ഗ്രന്ഥി അല്ലെങ്കിൽ എക്സോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പം അന്തസ്രാവി ഗ്രന്ഥിയായും അതുപോലെ തന്നെ ബഹിർസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥി ഏതാണ്? അത് പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥിയാണ്. അടുത്ത ചോദ്യം, മധുര ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? മധുര ഗ്രന്ഥി എന്ന് അറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? അതും പാൻക്രിയാസ് തന്നെയാണ്. മധുര ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയും ആഗ്നേയ ഗ്രന്ഥി അഥവാ പാൻക്രിയാസ് ആണ്. ഇനി പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകളുണ്ട്. അത് ഏതൊക്കെയാണ്? ഇൻസുലിനും അതുപോലെ ഗ്ലൂക്കഗോണും. ഇൻസുലിൻ അതുപോലെ ഗ്ലൂക്കഗോൺ, ഇതാണ് പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകൾ, ഇൻസുലിനും ഗ്ലൂക്കഗോണും. ഈ ഇൻസുലിന്റെ ദൗത്യം എന്താണ്? ഇൻസുലിന്റെ ദൗത്യം ശരീരത്തില് പഞ്ചസാരയുടെ അളവ് കൂടുമ്പം ആ പഞ്ചസാരയെ അല്ലെങ്കിൽ ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് ഗ്ലൈക്കോജൻ ആക്കുന്നതാണ് ഇൻസുലിന്റെ ദൗത്യം. ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് ഗ്ലൈക്കോജൻ ആക്കുക. ശരീരത്തില് അമിതമായുള്ള പഞ്ചസാരയെ അല്ലെങ്കിൽ ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് ഗ്ലൈക്കോജൻ ആക്കുകയാണ് ഇൻസുലിന്റെ ദൗത്യം. അപ്പോ ഗ്ലൂക്കഗോണിന്റെ ദൗത്യമോ നേരെ തിരിച്ച് ശരീരത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയുമ്പം ഈ ഗ്ലൂക്കോജനെ കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കുകയാണ് ഗ്ലൂക്കഗോണിന്റെ ദൗത്യം. ഗ്ലൈക്കോജനെ കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കുകയാണ് ഗ്ലൂക്കഗോണിന്റെ ദൗത്യം. അപ്പോൾ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകൾ ഏതൊക്കെയാണ്? അത് ഇൻസുലിനും അതുപോലെ ഗ്ലൂക്കഗോണും ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പാൻക്രിയാസില് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥിയില് ചിതറിക്കിടക്കുന്ന കോശ സമൂഹങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? പാൻക്രിയാസില് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥിയില് ചിതറിക്കിടക്കുന്ന കോശ സമൂഹങ്ങളെ വിളിക്കുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നാണ് പാൻക്രിയാസിൽ ചിതറിക്കിടക്കുന്ന കോശ സമൂഹത്തിനെ വിളിക്കുന്ന പേര്. ഇനി ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ തന്നെ 2 ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. ആൽഫ സെൽസും ഉണ്ട്, ബീറ്റ സെൽസും ഉണ്ട്. ഇതിലെ ഈ ആൽഫ സെൽസ് ആണ് എന്തുൽപ്പാദിപ്പിക്കുന്നത്? ഈ ഗ്ലൂക്കഗോണെ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ സെൽസ് എന്തുൽപ്പാദിപ്പിക്കുന്നു? ഇൻസുലിനും ഉൽപ്പാദിപ്പിക്കുന്നു. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ സെൽസ് ഗ്ലൂക്കഗോണയും അതുപോലെ തന്നെ ബീറ്റ സെൽസ് ഇൻസുലിനും ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻസുലിൻ കണ്ടെത്തിയ വ്യക്തി ആരാണ്? ഇൻസുലിൻ കണ്ടെത്തിയ വ്യക്തികളാണ് ചാൾസ് ബെസ്റ്റും അതുപോലെ തന്നെ ഫെഡറിക് ബാൻഡിങ്ങും. ചാൾസ് ബെസ്റ്റ് അതുപോലെ ഫെഡറിക് ബാൻഡിങ്, ഇവരാണ് ഇൻസുലിൻ ആദ്യമായി കണ്ടെത്തിയത്. വർഷം 1921 ഇൻസുലിൻ ആദ്യമായി കണ്ടെത്തിയത് ചാൾസ് ബെസ്റ്റും അതുപോലെ ഫെഡറിക് ബാൻഡിങ്ങും. ഇനി അടുത്ത ചോദ്യം, ഇൻസുലിനിലും കണ്ണുനീരിലും കാണപ്പെടുന്ന ലോഹം ഏതാണ്? ഇൻസുലിനിലും കണ്ണുനീരിലും കാണപ്പെടുന്ന ലോഹം ഏതാണ്? അതിന്റെ ഉത്തരം സിങ്ക് ആണ്. ഇൻസുലിനിലും അതുപോലെ കണ്ണുനീരിലും കാണപ്പെടുന്ന ലോഹം സിങ്ക് ആണ്. ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് പറഞ്ഞു നോക്കാം. അന്തസ്രാവി ഗ്രന്ഥിയായും ബഹിർസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥി ഏതാണ്? അത് പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥിയാണ്. മധുര ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഏതാണ്? പാൻക്രിയാസ് തന്നെയാണ്. പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകൾ ഏതൊക്കെയാണ്? അത് ഇൻസുലിനും ഗ്ലൂക്കഗോണുമാണ്. ഇൻസുലിന്റെ ദൗത്യം എന്താണ്? ശരീരത്തിൽ അമിതമായുള്ള പഞ്ചസാരയെ അല്ലെങ്കിൽ ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് ഗ്ലൈക്കോജൻ ആക്കുക എന്നുള്ളതാണ് ഇൻസുലിന്റെ ഉത്തരവാദിത്തം. അതുപോലെ ഗ്ലൂക്കഗോണിന്റെ ആണെങ്കിലോ ശരീരത്തിൽ പഞ്ചസാരയുടെ അളവ് താന്നു പോകുമ്പം ഗ്ലൂക്കോജനെ കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കുകയാണ് ഗ്ലൂക്കഗോണിന്റെ ദൗത്യം. ഇനി പാൻക്രിയാസിലുടനീളം ചിതറിക്കിടക്കുന്ന കോശ സമൂഹങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? അത് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നാണ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ 2 ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. ഏതൊക്കെയാണ്? ആൽഫ സെൽസും ഉണ്ട്, ബീറ്റ സെൽസും ഉണ്ട്. ആൽഫ സെൽസ് എന്താ ഉൽപ്പാദിപ്പിക്കുന്നത്? അത് ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുന്നു. എന്നാൽ ബീറ്റ സെൽസ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നു? അത് ഇൻസുലിനും ഉൽപ്പാദിപ്പിക്കുന്നു. ഇൻസുലിൻ ആദ്യമായിട്ട് കണ്ടെത്തിയ വ്യക്തികൾ ആരൊക്കെയാണ്? ചാൾസ് ബെസ്റ്റും ഫെഡറിക് ബാൻഡിങ്ങും. വർഷം 1921. ഇനി ഇൻസുലിനിലും കണ്ണുനീരിലും കാണപ്പെടുന്ന ലോഹം ഏതാണ്? അത് സിങ്ക് ആണ്. ഇൻസുലിനിലും കണ്ണുനീരിലും കാണപ്പെടുന്ന ലോഹം സിങ്ക് ആണ്. ഇന്നത്തെ GK ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.